ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ആളുകൾക്കും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്കും കൂടി തരും. എല്ലാവർക്കും യൂസ്ഫുള്ളായ ഒരു ഐഡിയ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതൊരു പേപ്പറിൽ കാണിക്കാം. ഇതിപ്പോൾ തുണി ഇങ്ങനെ 4 ഫോൾഡിൽ ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മടക്കി അതിന് ശേഷം ഇങ്ങനെ മടക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ണം. ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ തുണി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്ക് താഴേക്ക് നമുക്ക് ആവശ്യമുള്ള ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 2.5 ഇഞ്ച് കൂട്ടണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മടക്കി അടിക്കാനായിട്ട് 1.5 ഇഞ്ച് വരും. അലാസ്റ്റിക് ഇട്ടിട്ട് വെക്കാനായിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് വരും. താഴെ നമുക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി അടിക്കാൻ വരും. അങ്ങനെയാണ് നമ്മൾ 2.5 ഇഞ്ച് കൂട്ടുക എന്ന് പറഞ്ഞത്. ഇതിലിപ്പോൾ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ചെയ്യണതിന് തുണിക്ക് ഇറക്കം കുറവാണ്. ഒരു 2 ഇഞ്ച് ഇറക്കം എനിക്കിതിൽ കുറവുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പീസാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് 2 ഇഞ്ചാണ് ഇറക്കം വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 2 ഭാഗത്തേക്ക് വേണമല്ലോ, പ്ലസ് 1 ഇഞ്ച് കൂട്ടാം. അര വെച്ചിട്ട് വരുമ്പോൾ അങ്ങനെ നമ്മൾ 5 ഇഞ്ച് ഇറക്കമാണ് നമ്മൾ ഇതിനകത്ത് എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഈ തുണിയുടെ ലാസ്റ്റിലേക്ക് 5 ഇഞ്ച് എടുക്കാൻ പോകുന്നത്. ഇത്തിരി ഇറക്കം കുറവുണ്ട് ഇതിനകത്ത്. സാധാരണ ഫുള്ളായിട്ട് കിടക്കണതാണെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ലെങ്ത്തിൻ്റെ കൂടെ പ്ലസ് ഇവിടെ 1.5 ഇവിടെ 1 ഇഞ്ച് അങ്ങനെ 2.5 ഇഞ്ച് നമുക്ക് ഇറക്കം എടുക്കണം. ഇനി നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് എത്രയാണ് വണ്ണം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പത്ത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. 1/2 ഇഞ്ച് ലൂസാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ മുകളിൽ നിന്ന് നമ്മുടെ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് താഴേക്ക് എത്ര എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ 14 എടുത്തതിൽ നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് നമുക്ക് അടിക്കാനുള്ള അടിപ്പും ഇവിടെ 1.5 ഇഞ്ചുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് കണക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ടാണ്. 2 ഇഞ്ച് അങ്ങനെയാണ് എക്സ്ട്രാ കൂട്ടിയിട്ടിരിക്കുന്നത്. 14 എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കണുള്ളൂ. ഈ ഭാഗത്ത് ഇറക്കം 14 എന്നുള്ളത് 16 വരെ ഹൈറ്റ് അനുസരിച്ചും വണ്ണം അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്കും നമ്മൾ അതിങ്ങനെ ഈ ഷേപ്പ് തന്നെ ഇങ്ങോട്ട് കൊടുക്കും. ജസ്റ്റ് ഇനി നമ്മളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ അതേ അളവാണ് നമുക്ക് ഇവിടെ ഇറക്കം കുറവുള്ള പീസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 5 ഇഞ്ചാണ് എടുക്കേണ്ടത്. ആ അളവ് ഇതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള അളവ്. ഈ അളവ് ഇങ്ങനെ വെച്ചു. ഇതാണ് നമുക്ക് ഇവിടെ വരെയാണ് വേണ്ടത്. അപ്പം നമുക്ക് ആവശ്യമുള്ള വീതി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. 4 ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ അതിവിടെ. അതിനുശേഷം ഇവിടെ നിന്ന് നമ്മുടെ 5 ഇഞ്ച് ഇറക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. 2 ഇഞ്ച് ആവശ്യം ഉണ്ടെങ്കിൽ 5 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വെച്ചിട്ട് 2 സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ വീണ്ടും
കട്ട് ചെയ്യണം കേട്ടോ. 4 ഇത് 2 വീതിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വീണ്ടും സെൻറ്റർ കട്ട് ചെയ്യാം. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം എടുക്കും. പാൻറ്റിൻ്റെ ഈ അടിഭാഗത്തിൻ്റെ ഇത് പിടിച്ചിട്ട് ഈ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല എക്സ്ട്രാ വയ്ക്കാനുള്ളത്. ആ എക്സ്ട്രാ വയ്ക്കാനുള്ള പീസിൽ ഇത് നല്ല വശം വരണം കേട്ടോ. ഈ തുണിയുടെ ഇതിന് ശേഷം ഇത് പൊട്ട വശമാണ്. പക്ഷേ ഇതേ സമയം ഇതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കരുത്. ഇതിൻ്റെ പൊട്ട വശത്ത് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നല്ല വശം ചേർത്തിട്ട് ഇതറ്റം വരയ്ക്ക് ഇവിടെ അടിച്ചു പോവാം. ഇവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു പോവാം. അടിച്ചു പോയ ശേഷം അടിച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനത്തെ തിരിച്ച് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം. അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് ഒന്ന് പതിച്ചും അടിച്ചു തരാം. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ മടക്കും. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അറ്റം വരെ അടിക്കും. ഇങ്ങനെ അടിച്ചിട്ട് വരാം കേട്ടോ. ഇത് നമ്മൾ മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇനി ഇതിപ്പോൾ നല്ല വശം നിൽക്കണത്. അതിന് ശേഷം നമ്മളിതിങ്ങനെ ഇങ്ങോട്ട് മടക്കും. ഉൾവശമാണ് ഇനി നല്ല വശം. ഇത് പൊട്ട വശം വരുന്നത്. ഇനി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ അടിച്ചെടുക്കും. അപ്പോൾ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്തേക്കുന്നത് സ്റ്റിച്ച് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ ഇത് മറിച്ചിടണം. അപ്പോൾ നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട്. നല്ല വശം കാണുന്ന രീതിയിൽ രണ്ടിൻ്റെ നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു പീസ് ഉണ്ടല്ലോ ഫ്രണ്ടിലത്തെ, ഈ ഒരു പീസ് ഇങ്ങോട്ട് നീക്കിയിടുക. അതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടിയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിച്ചു പോവുക. ഇവിടെ വരെ അടിച്ചു പോവുക. അതിന് ശേഷം ഇവിടെ വരെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും മുകളിലേക്കും വരുത്തുക. ഇവിടെ വരെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് തയ്ച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അരഭാഗത്ത് വെക്കാനുള്ള ഒരു അലാസ്റ്റിക് 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് എടുക്കുക. ആ അലാസ്റ്റിക്കിന് ഫുള്ള് നമ്മുടെ അരവണ്ണത്തിനേക്കാട്ടിൽ ഒരു 6 ഇഞ്ച് കുറവ് എടുത്താൽ മതിയാവും. അത്രയും തന്നെ വേണ്ട നമുക്ക്. അത് നമ്മൾ വലിയതാണല്ലോ, അത് കാരണം കൊണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ കുറച്ചൊന്ന് ദൂരം മടക്കി വയ്ക്കുക. എന്നിട്ട് ഫുള്ള് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അടിച്ചിട്ട് വരിക. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് അടിച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം നമ്മൾ 1 ഇഞ്ച് നമ്മുടെ വീതി വെക്കാൻ പറ്റാവുന്ന ഇലാസ്റ്റിക് വെക്കാൻ പറ്റാവുന്ന രീതിക്ക് വെച്ചിട്ട് മടക്കിയിട്ട് വെക്കുക. അടിക്കുമ്പോൾ അതേപോലെ നമ്മളൊരു ഇത്ര ഇങ്ങോട്ട് ഒരു 2 ഇഞ്ചോ ദൂരത്തോളം നമ്മളൊരു ഏകദേശം കുറച്ച് ദൂരം ഇങ്ങനെ നമ്മൾ അടിക്കാണ്ട് വെക്കാം. ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇവിടെ നിന്ന് ചുറ്റടിച്ച് വരുമ്പോൾ ഇവിടെ വരെയൊക്കെ നിർത്തുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് നിർത്തുക. അപ്പോൾ നമ്മളിവിടെ ഫുള്ള് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഗ്യാപ്പ് കണ്ട, ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്ത് കൂടെ നമ്മുടെ അലാസ്റ്റിക് എടുത്തിട്ട് ഒരു സൂചിമേ ആക്കിയിട്ട് ഇതിനുള്ളിൽ കൂടെ അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മുടെ അലാസ്റ്റിക് ഇതിലെ കൂടെ സൂചി കൊണ്ട് പുറത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ അലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അടിക്കുക ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇട്ടിട്ട് നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ട സ്ഥലം ഉണ്ടല്ലോ, അതും നമ്മളിങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടെ തയ്ച്ചെടുക്കുക. ഇവിടെ പുറത്ത് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പല്ലസ പാൻറ് തയ്യാറായിട്ടുണ്ട്. ഈ അലാസ്റ്റിക് മീഡിയം ടൈറ്റിൽ വേണ്ടോ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചാൽ മതി അലാസ്റ്റിക് എടുക്കുമ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സി യു.